ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതായിരുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ ജാനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇവിടെ പോളണ്ടിൽ വെച്ചായിരുന്നു. യൂട്യൂബ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ദെൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. സോ മേ ബി സം ഓഫ് യു മൈറ്റ് നോൺ ഇറ്റ് ഓൾറെഡി. സോ നൗ വി ആർ ഇൻ 2026 ജൂൺ എത്തിയപ്പോൾ ഒരു ന്യൂസ് യൂട്യൂബ് ഫാമിലി ആയിട്ടും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ ഒന്നല്ല രണ്ടാണ്. ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ബേബി ഷവർ കം ജെൻഡർ റിവീലാണ്. സോ ഹിയർ ഇസ് മൈ ഹസ്ബൻഡ്. ഹലോ. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഈ ഒരു ജേർണി ക്യാപ്ചർ ചെയ്യണം, ഈ ഒരു ഡേ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് തോന്നി. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബേബി ഷവർ ഔട്ട്ഫിറ്റ്. ഒരു യെല്ലോ തീമിലാണ്. ഞങ്ങൾ മാത്രമല്ല, സിംബ ഉണ്ട്. സിംബ എക്സൈറ്റഡ് ആണ്. Are you excited? Yes. Very much. Want a girl or a boy? Girl. അങ്ങനെ ദാ ഞങ്ങൾ ഓൺ ദ വേ ടു അവർ ബേബി ഷവർ ആൻഡ് ജെൻഡർ റിവീൽ വെന്യൂ. ഒരു 1 മിനിറ്റിലെത്തും. സോ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് ഇവന്റ് നടക്കുന്നത്. ഇറ്റ്സ് എ വെരി വെരി ക്ലോസ് സർക്കിളിൻ്റെ ഒരു ചെറിയൊരു ഇവന്റ് ആണ്. ഇവന്റ് എന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ. ആൻഡ് ഞങ്ങൾ രണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ഈ ഒരു ഇവൻറ്റിന് ചൂസ് ചെയ്ത തീം ഹണി ബീ സൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇപ്പോൾ സമ്മറിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണല്ലോ. ഞങ്ങൾ യെല്ലോ ഇട്ടു, ഞാനും എൻ്റെ ഹസ്ബൻഡും. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും വൈറ്റാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്കും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഡെക്കോർ ചെയ്തത് മൊമെൻറ്റോ ബൈ ഏജിയാണ്. അവരൊരുപാട് പ്രോപ്സൊക്കെ സത്യം പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡായിട്ടാണ് ഉണ്ടായിക്കൊണ്ട് വന്നത്. അതെനിക്കൊരു ടോട്ടൽ സർപ്രൈസ് തന്നെയായിരുന്നു. എല്ലാവരെയും കുറേ നാൾക്ക് ശേഷമായിട്ടാണ് കാണുന്നത്. ഞാനൊരു 3 മാസത്തോളം നാട്ടിലായിരുന്നു. പിന്നെ പലരും വെക്കേഷനൊക്കെ പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ. ഈ ഒരു പരിപാടി അടിപൊളിയാക്കിയെടുത്തത് നെക്സ്റ്റ് അമ്മു ആണ്. അമ്മു നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്ത് ആക്ടിവിറ്റീസൊക്കെ എല്ലാവരും എൻ്റർടൈൻ ചെയ്ത് വെക്കാനുള്ള രീതിയിലെല്ലാം പ്ലാൻ ചെയ്ത് അടിപൊളിയാക്കിയെടുത്ത് സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു ടെൻഷൻ അറിഞ്ഞതേ ഇല്ല. ഇവരൊക്കെ കൂടെയാണ് ഹാൻഡിൽ ചെയ്തത്. പിന്നെ പ്ലാൻ ചെയ്തൊരു ആക്ടിവിറ്റി ആയിരുന്നു ബേബിക്ക് വേണ്ടിയിട്ട്. അതായത് ഫ്രണ്ട്സിന് ഒരു കളർ ചെയ്യാനായിട്ടൊരു പേജ് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ ഓർ നോട്ട് അവർക്ക് എഴുതാം. ഞങ്ങൾക്ക് ഇന്നത്തെ ജെൻഡർ റിവീലിനെ പറ്റി പറയാനുള്ളത് ഫെമിനിസം, സ്ത്രീത്വം ജയിച്ചിരിക്കുന്നു. പവർ ഓഫ് ഫെമിനിസം. അങ്ങനെ ഞങ്ങളുടെ ബേബി ഷവർ ആൻഡ് ജെൻഡർ റിവീൽ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ സോ ഹാപ്പി ആൻഡ് വെരി വെരി എക്സൈറ്റഡ്. അങ്ങനെ നല്ലൊരു പരിപാടിയായിരുന്നു. വി ഓൾ ഹാഡ് വെരി ഗുഡ് ടൈം. ഫ്രണ്ട്സ് എല്ലാവരും വി ഓൾ ഹാഡ് എ വെരി ഗുഡ് ടൈം. ഫുഡ് നന്നായിരുന്നു ആൻഡ് മോർ ഗെയിംസ് എവറിത്തിങ്. ആൻഡ് എല്ലാത്തിലും ഉപരി വി ഗോട്ട് ടു നോ ഇറ്റ്സ് എ ഗേൾ. സോ ഇറ്റ്സ് എ ബേബി ഗേൾ. ഞങ്ങളുടെ ഫാമിലിയിലും ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടത് ഞങ്ങൾക്ക് ഗേൾ ആണെന്നാണ്. സോ അങ്ങനെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ പേര് ഫൈനലൈസ് ചെയ്ത ഗേളിന്റെ മാത്രമായിരുന്നു. അതെ, ഞങ്ങൾക്ക് എവർ സിൻസ് വി ഗോട്ട് ടു നോ വി ആർ പ്രഗ്നന്റ് അറിഞ്ഞപ്പോൾ തൊട്ട് അറിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഒരു ഫ്യൂ ഐ തിങ്ക് ഇൻ എ മന്ത് ഞങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റിയത് ബേബി ഗേളുടെ നെയിമാണ്. ആൻഡ് ടിൽ ഡേറ്റ് ഞങ്ങൾക്ക് ഒരു ബോയ് നെയിം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. സോ മേ ബി ദീസ് വർ ഓൾ സൈൻസ്. എനിവേ വി ആർ വെരി ഹാപ്പി. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കോമെന്റ്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ സീ യു സൂൺ വിത്ത് മോർ അപ്ഡേറ്റ്സ്. ബൈ ബൈ.